ധർമ്മസ്ഥലയിൽ SITയുടെ ചീഫ് ഇന്ന് രാവിലെ വെൽത്തങ്ങാടിയിൽ എത്തിക്കഴിഞ്ഞു. SIT ചീഫ് പ്രണവ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കഴിഞ്ഞ 20 വർഷം അവിടെ എന്ത് നടന്നു എന്നുള്ള കാര്യം അന്വേഷിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ജിതേന്ദ്രകുമാർ ദയാമ എന്നയാളാണ്. അയാളുടെ കൂടെ തന്നെ MN അനുച്ഛേദ് എന്ന സീനിയർ ഉദ്യോഗസ്ഥനുണ്ട്. ഇവർ 3 പേരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഏകദേശം 20ഓളം പേര് ഈ അന്വേഷണ സംഘത്തിലുണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണ്. ഈ പ്രണവ് മൊഹന്തിയും അതുപോലെ MN അനുച്ഛേദും ജിതേന്ദ്രകുമാർ ദയാമയും. ജിതേന്ദ്രകുമാർ ദയാമയാണ് ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം കഴിഞ്ഞ വെള്ളി, ശനി, ഞായർ 3 ദിവസങ്ങളിൽ വെൽത്തങ്ങാടിയിൽ വെച്ച് ഈ വിസിൽ ബ്ലോവറുടെ, അതായത് ഈ വിവരം പറഞ്ഞ ആ ഫോർമർ സാനിറ്ററി വർക്കർ, അയാളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. കാരണം 20 വർഷത്തെ കാര്യമാണ് അദ്ദേഹം പറയണം. 1988 മുതൽ 2014 വരെ. അപ്പോൾ അത്രയും വിവരങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. 2020 വർഷമെന്ന് പറയുമ്പം അദ്ദേഹം 2014 നിന്ന് അവിടുന്ന് ജോലി ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ഓടി. അതിന് മുമ്പത്തെ 20 വർഷമാണ്. 94 മുതലാകാം, 95 മുതലാകാം. എന്തായാലും ആ 20 വർഷത്തെ ഇയാൾ കുഴിച്ചിട്ട സ്ഥലങ്ങൾ, കൂടുതലും 100 പേരെ കുഴിച്ചിട്ട ധർമ്മസ്ഥലയിൽ നിന്ന് ഉള്ളിലേക്ക് 3-4 കിലോമീറ്റർ പോകുന്ന ഫോറസ്റ്റ് ഏരിയയിൽ ഏകദേശം 485 പേരെ കുഴിച്ചിട്ടെന്ന് പറയുന്നതിൽ 100 പേരെ ഇവിടെ തന്നെ കുഴിച്ചിട്ടു എന്ന് പറയുന്നുണ്ട്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ തന്നെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. വെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനടുത്ത് വലിയ SITയുടെ വലിയ ഓഫീസ് തുടങ്ങി. അവിടെ മുഴുവൻ ആംഡ് പോലീസിനെ കൊണ്ട് നിറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെല്ലാം അവിടെ വന്നു കഴിഞ്ഞു. ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ അവിടുത്തെ പ്രണവ് മൊഹന്തി എത്തിക്കഴിഞ്ഞു. റവന്യൂ ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എല്ലാം ധർമ്മസ്ഥലയിൽ എത്താൻ പറഞ്ഞ എല്ലാവരും ഇന്നലെ തന്നെ എത്തി. അവരെല്ലാവരും അങ്ങോട്ട് നീങ്ങുകയാണ്. പ്രാഥമികമായിട്ട് ചെയ്യുന്നത് കുഴിച്ചിട്ട സ്ഥലങ്ങൾ കാണുക, അവിടെ കുഴിച്ച് നോക്കുക ആയിരിക്കാം. അന്നേരം കണ്ടെടുക്കുന്ന എത്ര സ്കെലിറ്റൺ ഉണ്ട്, അതിന് ഓരോന്നിനും ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ടി വരും. ഏതായാലും അത് തുടർച്ചയായ ഒരു ജോലി തന്നെയാണ്. മാസങ്ങളോളം എടുക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും പറഞ്ഞത് സത്യമാണോ ഇല്ലയോ എന്ന്, അയാൾ പറഞ്ഞ മൊഴി സത്യമാണോ ഇല്ലയോ എന്ന് പ്രാഥമികമായിട്ട് നോക്കുമ്പം ആ സ്ഥലത്ത് കുറേ സ്ഥലങ്ങൾ കുഴിച്ച് ഏതായാലും കുറേ ഡെഡ് ബോഡികളുടെ സ്കെലിറ്റൻ കസ്റ്റഡിയിലെടുക്കും. ആ എടുക്കുന്ന ഓരോന്നും ഓരോ കേസായിരിക്കും. അതിൻ്റെ സ്കെലിറ്റനെ കണ്ടാവുള്ളൂ. ചിലപ്പം ശരീരത്തിന് ചില ഭാഗങ്ങളൊന്നും കാണില്ല. ആ രീതിയിലുള്ള അന്വേഷണം മുന്നോട്ട് പോകും. പറഞ്ഞത് സത്യമാണോ ഇല്ലയോ എന്ന് ഇപ്പം വെരിഫൈ. അദ്ദേഹത്തിൻ്റെ മൊഴി ദിവസങ്ങളെടുത്തു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളെടുത്തിട്ടാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഏതായാലും ആ ശുചീകരണ തൊഴിലാളി താൻ ശുചീകരണ തൊഴിലാളി എന്ന് അവർ പറഞ്ഞ് ജോലി തന്നെങ്കിലും തൻ്റെ ജോലി ഈ ഡെഡ് ബോഡി മൂടുന്നത് തന്നെയാണ് എന്നാണ് പുള്ളി പ്രസ്താവിച്ചത്. അദ്ദേഹത്തിന് ഇപ്പം പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അദ്ദേഹം പോലീസിന് മുമ്പിൽ ഒറ്റയ്ക്ക് ഹാജരാകില്ല. 2 വക്കീലിൻ്റെ അകമ്പനിയോട് മാത്രമേ ഹാജരാകുള്ളൂ. ഹാജരാകുന്നത് തന്നെ തലേ മുതൽ കാല് വരെ കവർ ചെയ്ത് ബ്ലാക്ക് സൂട്ടും ബ്ലാക്ക് തൊപ്പിയും അതുപോലെ തന്നെ കംപ്ലീറ്റ് ഒരു ഗൗണിട്ട് ആണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആർക്കും കാണാനൊക്കില്ല. പോലീസിൻ്റെ കസ്റ്റഡിയിലിട്ട് പോവില്ല. വാദിയാണ്. ആ അഡ്വക്കറ്റിൻ്റെ കസ്റ്റഡി മാത്രമേ അദ്ദേഹം ഇരിക്കുകയുള്ളൂ. അവരുടെ സാന്നിധ്യത്തിൽ തന്നെ ആ മൊഴി രേഖപ്പെടുത്തുന്നു. ഈ മൊഴിയുടെ രേഖപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം അതിനകത്ത് സത്യമായ ഒരു മൊഴിയാണോ എന്ന് പ്രാഥമികമായിട്ട് അവർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് നിശ്ചയം ഉണ്ടാകണം. പക്ഷേ താൻ പറഞ്ഞത് സത്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം ആ സ്ഥലത്തു നിന്ന് കുഴിച്ച് ഒരു തലയോട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അത് പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട്, അല്ല അയാളുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഏതായാലും ആ സ്ഥലത്ത് റവന്യൂ ഉദ്യോഗസ്ഥർ, ഈ കുഴിച്ചിട്ട സ്ഥലത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും വരാൻ പറഞ്ഞു കഴിഞ്ഞു. അവരെല്ലാം അവിടെ വന്നിട്ടുണ്ട്. അതിശക്തമായ പോലീസ് കാവലിലെ SITയുടെ ഓഫീസ് വെൽത്തങ്ങാടി പ്രവർത്തിച്ചു തുടങ്ങി. അതെന്തായാലും നല്ലൊരു ലക്ഷണമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇപ്പോൾ അവിടെ പല സംഭവങ്ങളുള്ളതിൽ കഴിഞ്ഞ ദിവസം ചാനലിലൊക്കെ വന്നിരിക്കുന്ന KP അനീഷ് എന്ന് പറഞ്ഞ ഇടുക്കിക്കാരൻ, അയാളുടെ വല്യപ്പൻ, അപ്പൻ്റെ അപ്പൻ
ഇടുക്കിയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ധർമ്മസ്ഥലയിൽ അവിടെ ഏകദേശം 40 ഏക്കറോളം സ്ഥലം അവരെടുത്തു, കൃഷി ചെയ്തുകൊണ്ടിരുന്നു. വല്യപ്പൻ, ഇയാളുടെ അപ്പനുണ്ട്, വല്യപ്പനാണ് അവിടെ വന്ന് ഈ കൃഷി സ്ഥലങ്ങൾ വാങ്ങി അവിടെ കൃഷി ചെയ്ത്. ഇടുക്കിയിൽ നിന്നാണ് അവർ വന്നത്. അവിടെ 40 ഏക്കറിൽ 20 ഏക്കർ ബലമായിട്ട് ധർമ്മസ്ഥലയിലെ അതിൻ്റെ അവിടുത്തെ ഭാരവാഹികളുടെ ഒരാൾ വാങ്ങിച്ചു. ആ വസ്തു 18 ലക്ഷം രൂപയ്ക്കാണ് ബലം പ്രയോഗിച്ച് വാങ്ങിച്ചത്. 20 ഏക്കർ സ്ഥലം. ബാക്കി 20 ഏക്കർ സ്ഥലമുണ്ട്, അത് 18 ലക്ഷം രൂപയ്ക്ക് തന്നോണം, എന്നിട്ട് ഇവിടുന്ന് മാറിക്കോണം എന്നൊക്കെ ഭീഷണിപ്പെടുത്തി. വല്യപ്പനായിട്ട് അവിടെ ചെന്ന് കൃഷിസ്ഥലം വാങ്ങിച്ച് അവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന 3ാമത്തെ തലമുറയിലെ ആളാണ് ഇപ്പം KP അനീഷ്. അയാൾ ബാക്കി 20 ഏക്കർ സ്ഥലം അവിടെ ഉണ്ടെങ്കിലും അങ്ങോട്ട് പോകാൻ ഭയമാണ്. അതിൻ്റെ കാരണം ലാസ്റ്റ് ഒരു ഡെഡ് ലൈൻ അവർ കൊടുത്തു. 18 ലക്ഷം വാങ്ങിച്ച് ഈ സ്ഥലം കൊണ്ട് പൊക്കോണം ഒരാഴ്ചക്കുള്ളിൽ. പക്ഷേ അവർ ആ കൃഷിസ്ഥലം നല്ല മണ്ണും നല്ല കൃഷിസ്ഥലമായതുകൊണ്ട് അവർക്കത് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം നേരത്തെ അവരോട് ബലം പ്രയോഗിച്ചാണ് 20 ഏക്കർ സ്ഥലം വാങ്ങിച്ചത്. ഇപ്പോഴാ സ്ഥലം അവിടെയുണ്ട്, കൊടുക്കില്ല എന്നിവർ പറഞ്ഞെങ്കിലും ഈ KP അനീഷിൻ്റെ പിതാവ് KJ ജോയിയെ ഒരു വാഹനം ഇടിച്ച് ആ പറഞ്ഞ ഒരാഴ്ചക്കകം ആ സ്ഥലം കൊടുക്കാത്തതുകൊണ്ട് അയാളെ 2 വീലറിൽ പോയ KJ ജോയിയെ ഒരു ട്രക്ക് വന്നിടിച്ച് അദ്ദേഹത്തിനെ കൊന്നു. ആ കേസ് അവിടെയുണ്ട്, വർഷങ്ങളായി. എങ്കിലും ആ കേസിന് മർഡർ കേസാണ്. പക്ഷേ അങ്ങനെയല്ല അവർ ആ കേസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് കണ്ടു നിന്നൊരു പെൺകുട്ടി പറഞ്ഞു, ഇദ്ദേഹം ഓടിച്ചു വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് നേരത്തെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിലേക്ക് ഈ ട്രക്കർ ഓടിച്ചു കയറ്റി കൊല്ലുകയായിരുന്നു എന്നൊരു മൊഴിയുണ്ട്. യഥാർത്ഥത്തിൽ അവർ പറഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ആ 20 ഏക്കർ കൊടുക്കാത്തതുകൊണ്ട് ഇയാളെ കൊന്നു. അപ്പോൾ അതൊരു ടിപ്പിക്കൽ കേസാണ്. അറ്റംപ്റ്റ് ടു മർഡർ അതിൻ്റെ കേസെങ്ങാണ്ട് എടുത്ത് അത് റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആയിരിക്കും. 304 IPC പ്രകാരമുള്ള കേസ് മാത്രം എടുത്ത് അത് ഒഴിവാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ KP അനീഷ് കഴിഞ്ഞ ദിവസം 24 ചാനലിൽ വന്ന് ഈ കാര്യങ്ങളെല്ലാം പൊതുജനങ്ങൾക്ക് മലയാളികളെടുത്ത് വന്നു. ആ 20 ഏക്കർ പോയി സംരക്ഷിക്കണമുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സംഭവത്തിൻ്റെ ഒച്ചപ്പാടെല്ലാം വെളിയിലോട്ട് വന്നപ്പോൾ അവിടെ പോയി നോക്കിയിട്ട് പെട്ടെന്ന് മടങ്ങിപ്പോന്നു. ഇവർ ഭയപ്പെട്ട് ഇപ്പം അവർ വയനാട് ജില്ലയിൽ അവർ താമസിക്കുകയാണ്. അവിടെ ഇടുക്കിയിലോട്ടും പോകാൻ മേല, അവരുടെ സ്ഥലങ്ങളെല്ലാം അവിടെയാണ്. അവിടെ 20 ഏക്കർ കിടപ്പുണ്ട്, നല്ല കൃഷിക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ സ്ഥലത്തിലോട്ട് പോകണം, പിതാവിനെ കൊന്നതിന് നടപടി വേണം എന്നൊക്കെ അവർ ചാനലിലൊക്കെ വന്ന് പറഞ്ഞു, പത്രക്കാരെടുത്ത് പറഞ്ഞു. പോലീസിലേക്കും അതിലേക്ക് അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. പക്ഷേ അവർ തളിപ്പറമ്പിലാണ് ഇപ്പം താമസിക്കുന്നത്. തളിപ്പറമ്പ് പോലീസിൽ ഇവർ ഈ പരാതി കൊടുത്തിട്ടുണ്ട്, തങ്ങളുടെ പിതാവിനെ അവിടെ വെച്ച് കൊന്നു. പക്ഷേ ഇവിടെ ജൂറിസ്ഡിക്ഷൻ ഇല്ല, ഇവിടെ നമുക്ക് അധികാരമില്ല, അത് അവിടെ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് പ്രോബ് ചെയ്യുന്ന നല്ല കാര്യമാണ്. അതെങ്ങനെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്ന് കോടതിയിൽ പോയി നോക്കി അതിൻ്റെ റെക്കോർഡുകൾ എടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വക്കീലന്മാരുടെ സഹായത്തോടുകൂടി അത് മർഡറാണ് 302ലേക്ക് കൊണ്ടുവരണം. ആ രീതിയിൽ ഇതൂടെ ഈ SITയിലെ അന്വേഷണത്തിന് ഇതൂടെ ഏൽപ്പിക്കണം. അതിനുള്ള ഒരു പെറ്റീഷൻ SITക്ക് കൊടുക്കണം. ആ പെറ്റീഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ പിതാവിനെ കൊന്ന കേസിൻ്റെ നമ്പർ, FIRൻ്റെ നമ്പർ, അതുപോലെ തന്നെ അതിൻ്റെ ഇൻക്വസ്റ്റ്, അതിൻ്റെ റെക്കോർഡുകൾ കൈവശമുള്ളതെല്ലാം SITയെ ഏൽപ്പിക്കുന്നത് നന്നായിരിക്കും. അതൊരു 302 ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് സാക്ഷികളുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്, ഇനിയും സാക്ഷികളുണ്ടാവും. ആ ഒരു കേസ് തുടക്കത്തിലെങ്കിലും 302 വെച്ച് മുന്നോട്ട് പോകട്ടെ.